ബാലഭാസ്കറിനെയാണോ ശരിക്കും ലക്ഷ്മി പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നത് ഇപ്പോഴും എന്നുള്ളതാണ് എൻ്റെ സംശയം. എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? അതായത് പല കാര്യങ്ങളും പുറത്തു വന്നാൽ ബാലഭാസ്കറിന് അതൊരു ഷെയിമായി മാറുമോ? അദ്ദേഹം മരിച്ചു മണ്ണടിഞ്ഞു, നല്ല പേരിൽ തന്നെയാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ബാലഭാസ്കറിന് ഒരു നെഗറ്റിവിറ്റി ഇതുവരെയും വന്നിട്ടില്ല. പക്ഷേ ഇനി ലക്ഷ്മി എന്തെങ്കിലും തരത്തിൽ ഈ സത്യങ്ങളിലേക്ക് പോയാൽ ബാലഭാസ്കറിന് ദോഷം ചെയ്യുന്ന എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി അതിലുണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരൂഹത. കാരണം ഈ അർജുൻ എന്നുള്ള ഒരാളുടെ, അല്ലെങ്കിൽ പ്രകാശൻ തമ്പി എന്ന് പറഞ്ഞ കൂടെയുള്ള ആൾക്കാരൊക്കെ ഈ സ്വർണ്ണക്കടത്ത് കേസിലെ ആൾക്കാരാണ്. ഇവരാണ് ബാലഭാസ്കറിന്റെ മാനേജറും ഇവരാണ് ഡ്രൈവറും ഒക്കെ. അതെല്ലാവർക്കും അറിയാം. ഈ കലാഭവൻ സോബി എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യവും അതാണ്. കോമൺ സെൻസിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം അതാണ്. ഒന്നും അറിയാതെ ഒരു പൊട്ടനെ പോലെ ബാലഭാസ്കർ ഇവരെയൊക്കെ കൂടെ കൂട്ടി, അയ്യോ ഇയാൾ സ്വർണ്ണക്കണക്കത്താണെന്ന് അറിയില്ല, അർജുന അറിയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൂടെ കൂട്ടിയതാണെന്നുള്ള നിഷ്കളങ്കമായ ലക്ഷ്മിയുടെ വാക്കുകൾ വിശ്വസിക്കാൻ മാത്രം ഇവിടെ ആരും മണ്ടന്മാരും അല്ല.